ഡി ധനസുമോദ് ഡൽഹി ബ്യൂറോ ചീഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ധനസുമോദ്, രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മാറ്റി നിർത്തിയ കോൺഗ്രസിനെ കുറിച്ചും ചോദിക്കട്ടെ. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിന് മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിലെങ്ങാനും പ്രഖ്യാപിക്കാൻ പറ്റുന്ന വല്ല പരിവവും ഉണ്ടോ അതിനകത്ത്? കേരളം, ആസാം ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കോൺഗ്രസിനുള്ളത്. ഇത്തവണ എന്തായാലും കേരളത്തിൽ അധികാരം പിടിക്കും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നേരത്തെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും നിയോഗിക്കുന്നതിനോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റിനെ, അതായത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവിനെ ആദ്യം പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ രമേശ് ചെന്നിത്തലയെ പ്രചരണ സമിതി ചെയർമാനായി പ്രഖ്യാപിച്ചു. ഇതെല്ലാം ഈ അതിവേഗത്തിൽ നടപ്പിലാക്കിയപ്പോൾ നാം കരുതിയത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു 1 മണിക്കൂറിൽ തന്നെ ഇവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്ന് തന്നെയായിരുന്നു. പക്ഷേ അസാമിൽ ഇപ്പോൾ 2 ഘട്ടമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഗോഗോയിയെ ലോക്സഭയിലെ ഉപനേതാവിനെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ഉപനേതാവിനെ പ്രഖ്യാപിച്ചതിന്റെ ഒരു അലയൊലിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഗോഗോയ് മാതൃകയിൽ തന്നെ കേരളത്തിലും MP-മാർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ആ തരത്തിലുള്ള ഒരു MP-മാരുടെ ഒരു പ്രശ്നം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് സഭയുടെ ഒരു സമ്മർദ്ദമുണ്ട്. ഏറ്റവും പുതിയ ഒരു സമ്മർദ്ദം നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ കൊച്ചി സീറ്റിലാണെങ്കിൽ മട്ടാഞ്ചേരി അവിടെ മത്സരിക്കുന്നത് മുഹമ്മദ് ഷിയാസ് മത്സരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്. കാര്യം മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് മത്സരിക്കാൻ സീറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ലാറ്റിൻ സഭയുടെ സമ്മർദ്ദം കൂടി ഉണ്ടായിരിക്കുകയാണ്. അവിടെ പറയുന്നത് ഈ സീറ്റിൽ തന്നെ 2 രൂപതകളാണുള്ളത്. ഒന്ന് കൊച്ചി രൂപതയും ഒന്ന് ആലപ്പുഴ രൂപതയും ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 രൂപതകൾക്കും കൂടി ഒരു അംഗീകരിക്കാവുന്ന ഒരാളെ വേണം അവിടെ മത്സരിപ്പിക്കാനെന്ന്. അവ സ്വാഭാവികമായും തൃക്കാക്കര സീറ്റിൽ ഉമാ തോമസ് മാറി നിൽക്കുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവർ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചതോടുകൂടി തന്നെ സിറ്റിംഗ് MLA-മാരെല്ലാം മത്സരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഈ വിജയത്തിനെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്ന മുഹമ്മദ് ഷിയാസിന് മത്സരിക്കാൻ സീറ്റില്ലാതെ പോയത്. ഇതുകൂടാതെ ഈ ശിവഗിരി മഠം ഒരു 18 പേരുടെ ഒരു പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. സഭകൾ മറ്റു പട്ടിക വേറെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മത ജാതി സമൂഹങ്ങളെ സമുദായങ്ങളെ വേർതിരിച്ച് നിർത്തി അവർക്ക് സീറ്റ് വേണം എന്നുള്ള ഒരു സമ്മർദ്ദം ശക്തമാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവർ പറയുന്നത് ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MP-മാർ ഹൈക്കമാൻഡിന് നേരിട്ട് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ ഒരു 16-ാം തീയതി, അതായത് നാളെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇതിനകം തന്നെ തയ്യാറായിരിക്കുന്ന പട്ടിക, സിറ്റിംഗ് സീറ്റിലേക്ക് ഉള്ള പട്ടിക, ഇതുകൂടാതെ ഏതാനും സംവരണ സീറ്റിലെ പട്ടിക, പിന്നെ വട്ടിയൂർക്കാവ്, തൃത്താല തുടങ്ങിയ ഒറ്റപ്പേരിലെത്തിയ പട്ടിക, ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യമാണ് തീരുമാനിക്കുന്നത്. മാത്രമല്ല ആദ്യം പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിരാശരായ ആളുകൾ, നേതാക്കന്മാർ അവർ മറ്റ് മുന്നണിയിലേക്ക് പോയി അവിടെ വിസ്മയം തീർക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു മുൻകൂട്ടി പ്രഖ്യാപനം വേണ്ട എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, സ്ഥലങ്ങളിൽ, മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു വിഷമതയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേരിടുന്നത്. ശരി, അതാണ് എന്തായാലും നിഷാദ്, ഈ തർക്കങ്ങൾ, ഈ കോൺഗ്രസിനകത്തെ ഈ പ്രശ്നങ്ങൾ, ഈ മുതിർന്ന നേതാക്കൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം, അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മുന്നോട്ട് പോകുമ്പോൾ അത് അവരുടെ കെട്ടുറപ്പിനെ എത്ര കണ്ട് ബാധിക്കും? കോൺഗ്രസ്സുകാർ ദിവ്യ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ജനങ്ങൾ ചില പ്രിവിലേജുകൾ അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു തർക്കമുള്ള പാർട്ടിയാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് പിൻവലിച്ചിട്ടുള്ള പാർട്ടിയാണ്. അതൊക്കെ ഞങ്ങളെക്കുറിച്ച് ജനം സമ്മതിച്ചിട്ടുള്ളതാണെന്നാണ്. അത് പറയാമായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ വരെ. അങ്ങനെ നിങ്ങൾ കെട്ടുറപ്പില്ലാത്ത പാർട്ടിയാണെങ്കിൽ, നിങ്ങളൊരു ദുർബലമായ സംഘമാണെങ്കിൽ, നിങ്ങൾ വഴക്കടിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കൊരു സ്റ്റേബിൾ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും. ഓരോ 5 വർഷം കൂടുമ്പോഴും അങ്ങനെ സ്വാഭാവികമായ അധികാരത്തിന്റെ ഒരു ചംക്രമണം, ആ പരിപാടി ഇല്ല എന്ന് കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അല്ല, അതെന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തത്? 1 വട്ടമല്ല 2 വട്ടം അവർ പ്രതിപക്ഷത്തിരുന്നു. ഇപ്പോഴെങ്കിലും അവർ പഠിക്കണ്ടേ? അത് പഠിക്കുന്നില്ല. പഠിക്കാൻ നേതാക്കൾ പഠിക്കണം. ഈ 19 ഈ പറയുന്ന കോൺഗ്രസിന്റെ MP-മാരെ എല്ലാവരെയും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കാനും രാഹുൽ ഗാന്ധി ഇവിടെ മുതൽ കശ്മീർ വരെ നടന്ന രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനുമാണ് എന്ന് മനസ്സിലാക്കുന്ന എത്ര പേര് അതിനകത്തുണ്ട്? കെ സുധാകരൻ അത് മനസ്സിലായിട്ടില്ല. അദ്ദേഹം താൻ ഫാസിസത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ട ആളല്ല.
താൻ കണ്ണൂരിൽ വന്ന് മത്സരിച്ച് പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്യേണ്ട ആളാണ് എന്നേ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ദേശീയ അടിസ്ഥാനത്തിൽ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം? ഞങ്ങളുടെ പാർട്ടി ഒരു ഗ്രാൻഡ് ഓൾഡ് ദേശീയ പാർട്ടിയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പ്രധാനമല്ലേ? ഇവിടെ കേരളത്തിലുണ്ടല്ലോ ഈ മതസമുദായ സന്തുലനം അത് ഈ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അത് ഈ സ്ഥാനാർത്ഥി ചർച്ചകളിൽ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതൊക്കെ പാലിച്ച് മുന്നോട്ട് പോയേ പറ്റൂ എന്നൊരവസ്ഥ കൂടി. അത് പിന്നെ കോൺഗ്രസിന്റെ മാത്രം കാര്യമൊന്നുമല്ല. അതിപ്പോ ഏതാണ്ട് എല്ലാ കക്ഷികളും ഇപ്പൊ ആ നിലയിലേക്ക് മാറുന്നുണ്ട്. ആ നിലയ്ക്കുള്ള സമ്മർദ്ദ ശക്തിയായിട്ട് മതസാമുദായിക കേന്ദ്രങ്ങളും മാറുന്നത് കാണുന്നുണ്ടല്ലോ. ഇപ്പോ ജോസഫ് പാംബ്ലാനി പറഞ്ഞ കേട്ടില്ലേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനമെടുത്താൽ മാത്രമേ ഞങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയൂ. ശിവഗിരി മഠം. അപ്പൊ അങ്ങനെ എല്ലാവരും ആ നിലയ്ക്കുള്ള അവരുടെ താല്പര്യങ്ങളെ മുന്നോട്ട് വെക്കും. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് റിസ്ക് എടുക്കാതിരിക്കാൻ എല്ലാ തരത്തിലുള്ള ഫോർമുല എന്താണ് കീപ്പ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ, മീറ്റ് ചെയ്യാൻ കക്ഷികൾ ശ്രമിക്കും. എന്നിപ്പോ CPM അതിൽ നിന്ന് പൂർണ്ണ വിമുക്തമാണെന്ന് പറയാൻ പറ്റില്ല. ആ ഫോർമുല ഇപ്പൊ എല്ലാവരും നോക്കുന്ന ഒരു സംഗതിയാണ്. അതൊരു ഗുരുതരമായ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, റെപ്രസെന്റേഷൻ ഇഷ്യൂ. പക്ഷെ ഇതല്ല, ഇത് ഈ തവണ നമുക്ക് അധികാരം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ MLA ആവണം. സുധാകരൻ കണ്ണൂരിൽ MLA ആവാനാണോ? മന്ത്രിയാവണം. അപ്പൊ ഈ സ്വാർത്ഥമോഹം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സംസ്കാരത്തിന്റെ ബ്ലഡിന്റെ ജീനിന്റെ ഭാഗമാണ്. അതിൽ നിന്ന് അതിന് പുറത്തു പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ അധികാരം കിട്ടുകയാണ്, ഭരണം കിട്ടുകയാണെങ്കിൽ ഇതല്ലതിൽ അപ്പുറമുള്ള അതിനേക്കാൾ വലിയ ഡ്രാമ നമ്മൾ കാണാൻ പോവാണ്. പക്ഷെ ജനം എല്ലാത്തിലും പ്രൊഫഷണലിസം ആഗ്രഹിക്കുന്നുണ്ട്. ഈ അടിയും പിടിയും എന്നുള്ള സംഗതിയുള്ളൂ. പുതിയ തലമുറ എല്ലാത്തിലും പ്രൊഫഷണലിസമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അധികാരമോഹിയാണെന്ന് തോന്നിയാൽ അധികാരമോഹികളെ എടുത്തെറിയാൻ പഠിച്ചിട്ടുള്ള മനുഷ്യന്മാരുള്ള നാട്ടിലാണ് രാഷ്ട്രീയം നടത്തുന്നത് എന്നിവരെല്ലാവരും ഓർക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ബാലികേറാമലയായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഒറ്റയടിക്ക് മറികടക്കുമെന്ന് നമുക്ക് എന്തായാലും നോക്കണം.